കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ഓരോ സെക്കൻഡിലും ദൃഷ്ടിവെച്ച് അവിടുന്ന് ആലോചന പറഞ്ഞു തരും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന് 18-ാം സംഗീതം വായിക്കുന്നു. നമ്മുടെ വഴികളൊക്കെ പരാജയവും അപക്വമാകും. എന്നാൽ ദൈവത്തിൻ്റെ വഴി പെർഫെക്റ്റ് വഴിയാണ്. നീതിമാന്മാർ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കും. ഒരശുദ്ധനും അതിൽ കൂടി കടക്കയില്ലെന്ന് ദൈവത്തിൻ്റെ പ്രവചന പുസ്തകത്തിൽ ശക്തമായി എഴുതിയിരിക്കുന്നത് നമുക്കറിവുള്ളതാണല്ലോ. ദൈവത്തിൻ്റെ വഴി പ്രിയരെ വിശുദ്ധ വഴിയാണ്. ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ വഴി കുറവ് തീർന്ന വഴിയാണ്. അത് കൊടുങ്കാറ്റിലും സമുദ്രത്തിലും മരുഭൂമിയിലും വെളിപ്പെടുന്ന വഴിയാണ് ദൈവത്തിൻ്റെ വഴി, അല്ലേ? എല്ലാം അടയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് ദൈവത്തിൻ്റെ വഴി നമുക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തും. യോശുവ ജനത്തോട് പറയുന്ന പ്രസ്താവന, നിങ്ങൾ ഇതുവരെ ഈ വഴി പോയിട്ടില്ലല്ലോ. പോകാത്ത ചില വഴിയിലൂടെ ദൈവത്തിന് തൻ്റെ ജനത്തെ നടത്തേണ്ടതുണ്ട്. ഇതുവരെ കാണാത്ത ചില വഴികൾ, അറിഞ്ഞിട്ടില്ലാത്ത ചില വഴികൾ. നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ ദൈവം നേരത്തെ എന്തായി വഴി വെളിപ്പെടുത്താഞ്ഞത് എന്നൊരു ചിന്ത ഉണ്ടാവരുത്. കാരണം അല്ലെങ്കിൽ നമ്മൾ പറയും, ഞങ്ങൾക്ക് ഈ വഴി അറിയായിരുന്നു, ഞങ്ങൾക്കിതിനെപ്പറ്റി ഗ്രാഹ്യമുണ്ടായിരുന്നു, ഞങ്ങളുടെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നേരത്തെ നിങ്ങൾക്കിതറിയും എന്ന് പറയാതിരിക്കാൻ മുമ്പല്ല, ഇപ്പോൾ തന്നെ അത് ഉത്ഭവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കുമ്പോൾ മാനുഷ്യമായി ഒരു വഴിയും അവിടെ കാണുന്നതിൽ ഒരു സാധ്യതകളുമില്ല. പക്ഷേ ഉത്ഭവിപ്പിക്കുന്ന, നിർമ്മിക്കുന്ന, വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. സ്തോത്രം ചെയ്യാമോ? ഈ ദൈവം നമ്മുടെ ദൈവമാണ്. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം മാത്രമല്ല, അവിടുന്ന് എൻ്റെ ദൈവമെന്ന് വ്യക്തിപരമായി വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. ആ ദൈവം എൻ്റെ ദൈവം, ആ ദൈവം എൻ്റെ തലമുറകളുടെ ദൈവം. അതുകൊണ്ടാണ് മോശയുടെ ഒരു പ്രാർത്ഥനയിൽ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന, തൻ്റെ വേദനയുടെയും സങ്കടങ്ങളുടെയും നടുവിൽ താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, ഞങ്ങളുടെ ബലമായിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോ തലമുറ മാറിയാലും മാറാത്തൊരു ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ കോട്ടയാണ്, ഞങ്ങളുടെ ബലമാണ്. അതുകൊണ്ടാണ് മലാക്കി പ്രവൃത്തിയിൽ ഇങ്ങനെ പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. സ്തോത്രം. എൻ്റെ അർത്ഥം, മറ്റു പലരും മാറിയില്ലേ സഹോദരങ്ങളെ, വാക്കുമാറ്റിയില്ലേ? പക്ഷേ ഒരുവൻ മാത്രം മാറിയില്ല. അവൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ അനന്യനാണ്. എന്നുവെച്ചാൽ ഞാൻ മാറ്റമില്ലാത്തവനാണ്. ആരൊക്കെ മാറട്ടെ, മറക്കട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ, എൻ്റെ കർത്താവ് മാറത്തില്ല. നമ്മൾ അതിനങ്ങ് സ്തോത്രം ചെയ്യണം. എല്ലാവരും മാറിയാൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ വഹിക്കേണ്ടിടത്ത് വഹിക്കും, നടത്തേണ്ടിടത്ത് നടത്തേണ്ടതുപോലെ നയിക്കും. അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ദൈവത്തിൻ്റെ വഴി ചൊവ്വയുള്ള വഴിയാണ്. നമ്മുടെ വഴി നമുക്കിഷ്ടമുള്ള വഴിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും അത്യന്തം ഉയർന്നിരിക്കുന്നു. നമ്മുടെ വഴികൾക്ക് പരിധിയുണ്ട് പ്രിയരേ.
പരിമിതിയുണ്ട്. നിൻ്റെ എല്ലാ വഴികളിലും യഹോവയെ നനയ്ക്കാൻ തിരുവെഴുത്ത് പറയുന്നു. നനച്ചാൽ നിൻ്റെ പാതകളെ അവിടുന്ന് നേരെയാക്കും. ബുദ്ധിയിൽ ആശ്രയിക്കരുത്, ധനത്തിൽ ആശ്രയിക്കരുത്, കുടുംബ പാരമ്പര്യത്തിൽ ആശ്രയിക്കാതെ ജീവനുള്ള ദൈവത്തിൽ നിൻ്റെ വഴികൾ പരമേൽപ്പിക്കുക. തിരുവെഴുത്ത് പറയുന്നു, നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ എല്ലാം സാധിക്കും. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാമത് വാക്യം. നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിൻ്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു. നിനക്ക് യാതൊന്നിനും മുട്ട വന്നിട്ടില്ല. യഹോവ മോശയോട് അരുളി ചെയ്ത അരുളപ്പാടുകൾ വളരെ ശ്രേഷ്ഠമാണ്. ഏശാവിൻ്റെ ദേശത്തൂടെ നിങ്ങൾ പോകേണ്ടി വരും, സേരിലൂടെ. അവിടെ കടക്കുമ്പോൾ ഏശാവിൻ്റെ ശക്തികൾക്ക് നിങ്ങളെപ്പറ്റി ഭയം തോന്നും. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട അവരോട്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ നിങ്ങളെ പേടിക്കും, ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളാം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചല്ലേ, നമ്മൾ ശത്രു ശക്തികളെ ഭയപ്പെടുകയാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഒരിടത്ത് ചവിട്ടുമ്പോൾ ആ ദേശത്ത് നമ്മൾക്കെതിരെ നിൽക്കുന്ന ശക്തികൾ നമ്മളെ ഭയപ്പെടണം. അതുകൊണ്ടാണ് രാഹാബ് പറഞ്ഞത്, നിങ്ങളെ പറ്റിയുള്ള ഭീതി ഈ ദേശത്തിൻ്റെ മേൽ വീണിരിക്കുന്നു. നിങ്ങൾ ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അഭിഷേകമുള്ളതിനെ ദേശം പേടിക്കണം. പൈശാചിക മേഖലകൾ പേടിക്കും. പക്ഷെ നമ്മൾ ഭയപ്പെട്ട് പുറകോട്ട് വരികയല്ലേ. നോക്കൂ, ഇസ്രായേൽ നിര ഫിലിസ്ത്യ ശക്തിയുടെ മുമ്പിൽ ഭയപ്പെട്ട് പുറകോട്ട് പോയപ്പോൾ ഒരു ബാലനായ ദാവീദ് ഭയപ്പെടാതെ ഫിലിസ്ത്യൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ചരിത്രം നമുക്കെല്ലാം അറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ വ്യക്തമായി പറയുന്നു, വെല്ലുവിളികളെ, രോഗങ്ങളെ, മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ, അന്യായ ശക്തികളെ, ദുഷ്ടൻ്റെ പദ്ധതികളെ ഭയപ്പെട്ട് നിരാശപ്പെട്ട് എന്തെങ്കിലും ഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങൾക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ അവനോടൊക്കുകയില്ല. അവൻ്റെ ദൈവമായ യഹോവ അവൻ്റെ മധ്യയുണ്ട്. പ്രിയരേ, കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഇനി നമ്മുടെ കുറിവാക്യം വളരെ സത്യമാണ്. നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സകല പ്രവർത്തികളിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കും. വിശ്വസിക്കാമോ? ഞാൻ തൊടുന്നിടം, ഞാൻ ചവിട്ടുന്നിടം, ഞാൻ പോകുന്നിടം ഇതുവരെ ശൂന്യമാണ്. എവിടെ ചെന്ന് തൊട്ടാലും പരാജയം, നിലനിൽപ്പ് അപകടത്തിലായി. പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോകുക. എൻ്റെ സകല, നിങ്ങൾ വിശ്വാസത്തോടെ മൂവ് ചെയ്യൂ. അറച്ചു നിൽക്കരുത്. നിങ്ങളെക്കൊണ്ട് പറ്റില്ലെന്ന് പറയരുത്. പരാജയത്തിൻ്റെയും നിരാശയുടെയും ശബ്ദം നിങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും നിങ്ങളുടെ മൈൻഡിൽ നിന്നും ഇന്ന് പകൽ മാറിപ്പോകുമെങ്കിൽ, അതെടുത്ത് കളയാൻ തയ്യാറാകുമെങ്കിൽ വിളിച്ചു പറ, ഞാൻ ഇനിയും ചെല്ലുന്നിടത്ത് ഡോർ ഓപ്പൺ ആകും, ഞാൻ പുറത്തു വരും, ഞാൻ ആത്മാവിൽ നടക്കും, ഞാൻ സഞ്ചരിക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ പാദം എവിടെ ചവിട്ടുന്നോ അവിടെ ദൈവപ്രവൃത്തിയുണ്ട്. നോക്കൂ, സകല പ്രവൃത്തികളിലും. എന്ത് അഭിഷിക്തന്മാരെ, നിങ്ങൾ ആത്മാവിൽ ഉള്ളിടത്ത് നിന്ന് ശുശ്രൂഷിക്കൂ. ദൈവത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങുകയാണ്. അവിടെ അനുഗ്രഹം വരാം, ആത്മാവിൻ്റെ മാരി വരാൻ പോകുകയാണ്. ദൈവിക പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടം വിട്ട് പോകണമോ നിൽക്കണമോ എന്ന് ചിന്തിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നില്ല. നിങ്ങൾ ശക്തമായ ആത്മാവിൽ പ്രാർത്ഥിച്ച് മൂവ് ചെയ്യുക. അവിടെ ദൈവം നിങ്ങൾക്കൊരു ജയം നൽകുന്നു. വിശ്വസിക്കുക. അടുത്ത് നോക്കൂ, ഈ മഹാമരുഭൂമിയിൽ
നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കായി മരുഭൂമിയിൽ, ഈ പ്രതിസന്ധികളിൽ, ഈ വേദനകളിൽ, ഈ സങ്കടങ്ങളിൽ, ഈ കഷ്ടങ്ങളിൽ, ഈ നിന്ദകൾ, അപമാനങ്ങൾ, ഞെരുക്കങ്ങൾ, ഞരക്കങ്ങൾ, ഒറ്റപ്പെടലില്ല. തമ്പുരാൻ പറയുന്നു, മരുഭൂമി എന്ന് പറഞ്ഞാൽ ആരും അവിടെ വരില്ല. ചൂടുണ്ട്, കാറ്റുണ്ട്, അതിശൈത്യമുണ്ടാവും. മാത്രമല്ല, മരുഭൂമിയിൽ ഒരു വഴിയില്ല കേട്ടോ. അവിടെയാണ് പറയുന്നത്, ദൈവം നീ നോർമൽ മഹാപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നട്ടം തിരിയുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് വചനത്തിന് പറയാനുള്ളത്, നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ദൈവം അറിഞ്ഞാൽ ദൈവം നിങ്ങളെ കൈവിടുമോ? ദൈവം അറിഞ്ഞാൽ ദൈവം നിങ്ങളെ മറക്കുമോ? ദൈവം അറിഞ്ഞാൽ ദൈവം നിങ്ങളെ കാണാതെ അങ്ങ് തിരിച്ചു പോകുമോ? 38 സംവത്സരമായി ഒരുവൻ കിടക്കുന്നത് കണ്ടിട്ട് യേശു അവിടേക്ക് ചെന്നു. സ്തോത്രം. ആ കർത്താവ് ഇന്ന് പകൽ നീ നടക്കുന്നതും നീ പോകുന്നതും നീ ഫേസ് ചെയ്യുന്ന നിൻ്റെ വേദനകളും നിൻ്റെ ക്ഷീണങ്ങളും നിൻ്റെ ബലഹീനതകളും നിൻ്റെ തകർച്ചകളും ശിഥിലമായി പോയ നിൻ്റെ വിഷയങ്ങളെ കണ്ടിട്ട് പറയുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് വരുന്ന ദൈവമാ, ഞാൻ വീര്യം പ്രവർത്തിക്കുന്നവനാ, ഞാൻ പണിയേണ്ടതിനെ പണിയുന്നവൻ. അടുത്ത് നോക്കൂ, ഈ 40 സംവത്സരം നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്നില്ലേ? മരുഭൂമിയിലൂടെ നടന്നപ്പോൾ, ശത്രുദേശത്തൂടെ നടന്നപ്പോൾ ദൈവം മുമ്പേ നടന്നില്ലേ? അവർ നടുക്ക് വന്ന് നിന്നില്ലേ? ഭയപ്പെട്ട ശിഷ്യന്മാർ നടുക്ക് യേശു വന്ന് നിന്നില്ലേ? എവിടെ ഭയമുണ്ടോ, എവിടെ വേദനയുണ്ടോ, നിനക്ക് നടക്കാൻ പറ്റത്തില്ലെന്ന് നീ ചിന്തിക്കുന്നോ? തുടക്കത്തിൽ പറഞ്ഞാൽ വഴിയില്ലെന്ന് നീ ചിന്തിക്കുന്നോ? വഴി കാണിക്കേണ്ടതിന് നിൻ്റെ മുമ്പേ കഴിഞ്ഞ വർഷങ്ങളിൽ, മാസങ്ങളിൽ, ദിവസങ്ങളിൽ, ഇന്നലകളിൽ നടന്ന ഒരു ദൈവം ചോദിക്കുന്നു, നിനക്കൊന്നിനും ഞാൻ മുട്ടുവരുത്തിയിട്ടില്ലല്ലോ. ഇന്ന് പകലും ചിലരോട് പറയുന്നു, നാളെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എങ്ങനെ നടക്കും, ഭാവി എന്തായിത്തീരും, ഇളകിപ്പോകുമോ, പതറിപ്പോകുമോ, ഓടിപ്പോകേണ്ടി വരുമോ, ആര് സംരക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്നലകളിൽ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ഒന്നിനും മുട്ടുവരുത്തിയില്ലല്ലോ. ആ ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുക. ആ ദൈവത്തിൻ്റെ കരം നിന്നെ ചലിപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവത്തിൻ്റെ കരം നാളെയും നിന്നെ നടത്തും, മേലാലും നിന്നെ നടത്തും. എവിടെ പാത ഒരുക്കണമോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കുക. പിതാവേ, വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ അഴിയട്ടെ, അന്യായ ശക്തികൾ അഴിയട്ടെ. ഓ ഹല്ലേലൂയ. യേശുവിൻ്റെ ദേശത്തൂടെ കടക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, അവർ ഞങ്ങളെ ഭയപ്പെടുമെന്നും ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ സകല പ്രവൃത്തികളും അനുഗ്രഹിക്കുന്നവനാണെന്നും ഞങ്ങൾക്ക് മുമ്പേ പുറപ്പെടുന്നവനാണെന്നും ഞങ്ങൾ നടക്കുന്നത് അറിയുന്ന ദൈവം, ഞങ്ങൾ നിൽക്കുന്നത് അറിയുന്ന ദൈവം, ഞങ്ങളുടെ വേദനകൾ അറിയുന്ന ദൈവം ഇന്ന് പകലിൽ ഞങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നീട്ടുന്നതിനായി സ്തോത്രം. അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തെ ദൈവം ഉറപ്പിച്ച് നിർത്തുന്നതിനായി സ്തോത്രം. ആടിപ്പോകുമെന്ന് ചിന്തിക്കുന്നതിനെ ദൈവാത്മാവ് ശക്തിയോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് നയിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങൾ നടക്കുന്നതും പോകുന്നതും വരുന്നതും നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയവും ദൈവം അറിഞ്ഞിരിക്കുന്നു. എങ്കിൽ നിങ്ങളെ കൈവിടില്ല. ചെയ്യേണ്ട സമയത്ത് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു.